ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇപ്പോൾ 2 ദിവസത്തെ മുന്നേത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇടാനൊന്നും തിരക്കിലായിരുന്നു. ഞങ്ങൾ കോത്തഗിരി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷന് എളാപ്പാൻ്റെ ഒരു കൊല്ലന്തയിലായിരുന്നു. അപ്പോൾ അതിന് പോയി. അപ്പോൾ ആ തിരക്കിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ അവിടുത്തെ ബിരിയാണിൻ്റെ റെസിപ്പിയാണിത്. ഇതാണ് അവിടെ പക്ക റാവുത്തർ ബിരിയാണി പറഞ്ഞതാണ് കേട്ടോ. ഇതിന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എണ്ണ ഒഴിച്ചു, പട്ട കറാമ്പു ഏലക്ക ഇട്ടു, പച്ചമുളക്, വലിയ ഉള്ളി ഇട്ടു, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി നിറയെ ഇടുന്നുണ്ട്. മല്ലിയിലയും പുതിനയൊക്കെ അത്യാവശ്യം ഇടുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പട്ട കറാമ്പു ഏലക്ക പൊടിച്ച പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് അതിൽ കൊട്ടിയിട്ടോ. പിന്നെ ഒരു ഇറച്ചി ഇടുന്നു. ഇറച്ചി ഇട്ടതിന് ശേഷം അതിലേക്ക് തൈരും നാരങ്ങ നീരും ഒപ്പം ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കണം സാധാ നമ്മളെ പോലെ തന്നെ കേട്ടോ. പിന്നെ അരി ഇട്ടിട്ട് ലാസ്റ്റും കൊണ്ട് അവർ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കിലോ 12 കിലോ അരിയൊക്കെ തോന്നുന്നു. അതിന് അവർ 3 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പക്ഷേ 200 നെയ്യാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് പിന്നെ അത്യാവശ്യം മല്ലിയിലയും പുതിനയും ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. കണ്ടോ ഇറച്ചിയൊക്കെ കൂട്ടി ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോയത് പരിപാടി ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ബുധനാഴ്ച വൈകുന്നേരം വന്നു കേട്ടോ. അങ്ങനെ പോയി വന്നത്. ഇക്കാക്ക് വർക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ പോയി വന്നു. അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ ഊട്ടിക്ക് കേട്ടോ. ഞങ്ങളവിടെ പാർക്കിങ്ങൊക്കെ പോയി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഒഴിവോടെ പെരുന്നാൾക്കൊക്കെ പോകണം. നല്ല രസമാണ്. പോയി പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ല കേട്ടോ. ക്ലൈമറ്റും അടിപൊളിയാണ്. എൻജോയ് ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ അവിടെ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മൗലൂദും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. നടക്കാനും അവിടെ കാണാനും അടിപൊളിയായിരുന്നു. കുറേ പ്ലേസ് നല്ല രസമുണ്ട്. നടന്നിട്ട് തന്നെ ഞങ്ങൾ കുറേ പ്ലേസ് കണ്ടു. പിന്നെ പാർക്കിലേക്ക് പോയി. കുട്ടീനെയും കൊണ്ട് കുറേ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 2-3 ദിവസത്തെയും കൂടി കൂട്ടിയിട്ടുള്ള വീഡിയോ ഉണ്ടത്. ഞാൻ അവിടെ പോയിട്ട് വരുന്നവരുള്ള വീഡിയോ കംപ്ലീറ്റ് മിക്സഡ് ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അങ്ങനെ ഉണ്ടോ അതിൻ്റെ ബിരിയാണിയൊക്കെ ആയി. ഞങ്ങൾ എന്നിട്ടത് കഴിക്കലുണ്ട്. പിന്നെ മൗലൂദും അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കഴിക്കണതൊന്നും എടുത്തില്ല. അങ്ങനെ അവരുടെ ബിരിയാണി അടിപൊളി ബിരിയാണി കേട്ടോ. അത് അവർ പൊടികളിട്ടിട്ട് വാട്ടുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ബിരിയാണിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിച്ച് വരിക. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ചൂടോടെ കഴിച്ച് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ അവിടെ പറഞ്ഞാൽ ഒരു സാധനം കേടി വരില്ല കേട്ടോ. അത് വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നി. കാരണം തൈരൊക്കെ എന്ത് ഇതായിട്ട് ഇരിക്കുന്നറിയോ, കേടേ വരുന്ന പാലൊന്നും കേടുവരില്ല. നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പാലൊന്നും ഒന്നിനും പറ്റില്ല. പിന്നെ അതൊക്കെ ഞങ്ങളിതങ്ങനെ നടക്കാനിറങ്ങി. ഫുള്ള് ചായത്തോട്ടം കേട്ടോ. ചായത്തോട്ടം, ഓറഞ്ച് മരം, പിന്നെ എന്തൊക്കെ കുറേ മരങ്ങൾ, നമ്മുടെ ഇവിടുത്തെ മരങ്ങൾ, പേരക്ക മരം, കുരങ്ങന്മാർ, ഫ്ലവർ, നല്ല രസമുണ്ട് കാണേണ്ട. കുറേ കുരങ്ങനെയൊക്കെ കണ്ടു. പിന്നെ കുട്ടി നല്ല മരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ പടർന്ന് നിൽക്കല്, കറക്റ്റ് ഷേപ്പിൽ റൗണ്ടായിട്ട്. അതുപോലെ വീടുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് എന്ത് രസമാണ് കാണാമെന്നറിയാം. ഞങ്ങൾ ഒരുപാട് കണ്ടു നിന്നു കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അവിടെ പോയി കുറേ നേരം അവരെന്തോ 6 എന്തോ പറഞ്ഞു കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ നേരം പോയിട്ടോ. കുറേ കളിക്കുകയൊക്കെ ചെയ്തു അവിടെ. ഇത് ഞങ്ങൾ നടന്നിട്ട് തന്നെ പോയത് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ ഊട്ടിയിലേക്ക് കേട്ടോ. ഊട്ടിയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഇവരുടെ അടുത്ത് തന്നെ കുറേ കാണാനുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളിത് പാർക്കിലേക്കൊക്കെ വന്നു. അവിടുത്തെ കോത്തഗിരി പാർക്ക് പറയും. അവിടെ വന്ന് കുറേ നേരം കുട്ടിനെയും കൊണ്ടൊക്കെ കുറേ കളിപ്പിച്ച് ഞങ്ങളെല്ലാം നന്നായി എൻജോയ് ചെയ്തിട്ട് കണ്ടോ. അവിടെ കാണുന്നതിന് അടിപൊളിയായിട്ടുണ്ട്. പ്ലേസൊക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്തു. ഞങ്ങൾ താത്തയും കുട്ടികളുണ്ടായിരുന്നു. ഉമ്മ, ഇക്കാൻ്റെ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ എല്ലാവരും കൂടെയായിട്ട് ഞങ്ങൾ പോയി. കുട്ടിയെ കുറേ ഊഞ്ഞാലാടി. കുട്ടി മാത്രമല്ല ഞങ്ങളെല്ലാവരും ഊഞ്ഞാലാടിയും എല്ലാവരും കളിക്കുകയും ചെയ്തു. അന്ന് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുട്ടി ഉത്സവപ്പല്ലേ കുറേ കളിച്ചാട്ടി നന്നായി അവൾ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ഇതാണ്ടോ ഞങ്ങൾ കോയമ്പത്തൂരത്തെ ഏതോ ഒരു പുഴ എന്തോ ആണ് കേട്ടോ. അടിപൊളിയുണ്ടായിരുന്നു വ്യൂ. അപ്പം ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇന്നലെ ഒരു വൈകുന്നേരമൊക്കെ നമ്മളൊക്കെ വീടെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.